ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് സുധിയോയിലെ സമ്മർ കളക്ഷൻസ് നോക്കിയാലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒബ്രോമാളിന് ഓപ്പോസിറ്റുള്ള സുധിയോയിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കയറി ചെന്നപ്പോൾ തന്നെ മാനിക്യൂനിൽ ഒരമ്മ പറ്റ 3 മക്കളെ കണ്ടു ഞാൻ. അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ്, 3/4 സ്ലീവ് വരുന്നൊരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന നല്ല ഫ്രോക്കാണ്. സെക്കൻഡ് വൺ ഇതാട്ടോ, സ്ലീവ്ലെസ് ആണ്, ഫുൾ ഫ്രോക്കാണ്, സെയിം കളർ തീം, നല്ല രസമുണ്ട് കാണാൻ. തേർഡ് വൺ ഇതാണ് കേട്ടോ, ഹാഫ് സ്ലീവാണ്, സെയിം കളർ തീം, നീ ലെങ്ത് വരുന്നൊരു ഫ്രോക്കാണ്. മൂന്നും നല്ല രസമുണ്ടായിരുന്നു, നല്ല മെറ്റീരിയലാണ് കേട്ടോ. എഗെയിൻ അവിടെ ഒരു ട്വിൻസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ട്വിൻസിൽ ഫസ്റ്റ് വൺ ഇതാണ്, ഒരു കോഡ് സെറ്റാണ്, ഫുൾ സ്ലീവ് വരുന്ന ഒരു ക്രോപ്പ് ടോപ്പും ബോട്ടം ആയിട്ട് വരുന്നത് ഒരു പലാസോ വരുന്നു കേട്ടോ. ഒരു പിസ്ത ഗ്രീനി വരുന്ന നല്ല മെറ്റീരിയലാണ്, പോക്കറ്റൊക്കെ ഉള്ള നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ളൊരു പലാസോ ആണ് ബോട്ടം ആയിട്ട് വരുന്നത്. പിസ്ത ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആട്ടോ, നല്ല രസമുണ്ടായിരുന്നു, സമ്മറിൽ ഇടാൻ പറ്റിയ നല്ല മെറ്റീരിയലാണ്. ഇതിൻ്റെ സെക്കൻഡ് വൺ ഇതാണ് കേട്ടോ, ആ സെയിം മെറ്റീരിയൽ തന്നെ വരുന്ന ഒരു നീ ലെങ്ത് വരുന്നൊരു ഫ്രോക്കാണ്, ബെൽറ്റൊക്കെ വരുന്ന ആ രീതിയിലുള്ളൊരു ഫ്രോക്കാട്ടോ. നല്ല രസമായിരുന്നു. പിന്നെ കുർത്തിയുടെ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗോൾഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന ഒരു ആലിയ കട്ട് മോഡൽ വരുന്ന ഒരു വീനെക്ക് വരുന്നൊരു കുർത്തിയാണ്. 799 ആണ്. ഒരു പാർട്ടി വെയർ പോലെയൊക്കെ തോന്നി, നല്ല റിച്ച് ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ച് അവൈലബിൾ ആയിരുന്നത് ഇതാണ് കേട്ടോ, പിങ്ക് ആൻഡ് ഗോൾഡ് ഒരു കളർ തീം വരുന്നത്, സെയിം ആലിയ കട്ട് ആൻഡ് വീനെക്ക്, 799 തന്നെ. പിന്നെ വേറൊരു ഡെയിലി വെയർ കുർത്തിയാണ് കേട്ടോ ഇത്, ബ്ലാക്കിൽ വരുന്നത്. പിന്നെ ഈ തവണ കുർത്തിയുടെ എല്ലാം തന്നെ ഡിഫറെൻറ്റ് സ്ലീവ്സ് കൊണ്ടുവരുന്ന അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്ലീവ്സ് തന്നെ കണ്ടില്ല, യോക്ക് പോർഷനിലും സ്ലീവ്സിൻ്റെ അറ്റത്തും സെയിം മെറ്റീരിയൽ. ഇതിൻ്റെ തന്നെ ബ്ലൂ കളറും അവൈലബിൾ ആയിരുന്നു കേട്ടോ. പിന്നെ വേറൊരു കുർത്തിയാണ് 499 തന്നെ, ഈ ലൈറ്റ് പിസ്ത ഗ്രീനി വരുന്ന ഈ കുർത്തി. ഇതും ഡെയിലി വെയറിന് പറ്റിയ കുർത്തി കേട്ടോ. ഇതിൻ്റെയും സ്ലീവ് വ്യത്യസ്തമാണ്, മിക്കതിനും ഡിഫറെൻറ്റ് സ്ലീവ്സ് കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട്. കുർത്തിയുടെ കളക്ഷൻസ് ഈ തവണ ഒരുപാടുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുർത്തിയുടെ കളക്ഷൻസും ഫ്രോക്കിൻ്റെ കളക്ഷൻസും ഇഷ്ടപ്പെട്ടു. 299 കുർത്തീസും അത്യാവശ്യം ഒരുപാടുണ്ടായിരുന്നു, സൈസസ് എല്ലാം തന്നെ അവൈലബിൾ ആയിരുന്നു. പിന്നെ 299 കുർത്തീസ് നോക്കുവാണെങ്കിൽ തവണ അവർ ലൈറ്റ് കളേഴ്സിലാണ് 299 കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് ഗ്രേ ആൻഡ് ഒരു യെല്ലോ പിങ്ക് ആ കളറിലായിരുന്നു. പക്ഷേ 499 കുർത്തീസിൽ കുറച്ചും കൂടി കളക്ഷൻ ഉള്ളതുപോലെ എനിക്ക് തോന്നി. നല്ല റിച്ച് ലുക്കുള്ള കളർ വേരിയൻ്റ് ആയിട്ടുള്ള കുറച്ച് കുർത്തീസ് 499 ഉണ്ടായിരുന്നു, 299 വെച്ച് നോക്കുമ്പോൾ. എന്തായാലും കുർത്തിക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഡെയിലി വെയറിനൊക്കെ പറ്റിയ ഒരുപാട് കുർത്തി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കുർത്തി എനിക്ക് ഇഷ്ടപ്പെട്ടു. കോളർ നെക്കാണ് വരുന്നത്. യോക്ക് പോർഷനിൽ ചെറിയ മിറർ ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നുണ്ട്, ബ്ലൂവും ഗ്രീനും വൈറ്റും കോമ്പിനേഷന് വരുന്നത്. ഇതും നല്ലതായിരുന്നു. 799 ആയിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെയും കളർ വേരിയൻ്റ് അവൈലബിൾ ആയിരുന്നു. ഇതാണ് കളർ ചേഞ്ച് വരുന്നത്, പിങ്ക് വൈറ്റ് വരുന്നൊരു ഓറഞ്ച് ഒരു മിക്സ് വരുന്നത്. പിന്നെ ഫ്രോക്കിലേക്ക് പോകണമെങ്കിൽ നീ ലെങ്തിലുള്ള ഒരുപാട് ഫ്രോക്ക് ഉണ്ടായിരുന്നു. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ, നല്ല കളർഫുള്ളായിരുന്നു. വൈറ്റിനകത്ത് എല്ലാ കളറും ഉണ്ടായിരുന്നു. ബാക്കിൽ ഇതുപോലെ ഒരു ഹോൾ ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്ന രീതിയിലുള്ളതായിരുന്നു. 899 കേട്ടോ ഇതിൻ്റെ റേറ്റ്. നല്ലതായിരുന്നു, നീ ലെങ്ത് വരുന്നൊരു ഫ്രോക്ക്. പിന്നെ വേറൊരു ഫ്രോക്കാണിത്, ഇതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് എനിക്ക് ഈ കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്, വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ബാക്കിലത്തെ കഴുത്തിച്ചിരി ഇറങ്ങിയതാണ്, ഫ്രണ്ടിൽ വീനക്കാണ്, അതും കുറച്ച് വൈഡായിട്ടുള്ള നെക്ക് തന്നെയാണ്. ഇത് സെയിം റേറ്റ് തന്നെ കേട്ടോ, 899. ഇത് 799 ഒരു നീ ലെങ്ത് ഫ്രോക്കാണ്. ഇതിൻ്റെ താഴെയായിട്ട് കളർ ചേഞ്ച്, അതായത് വൈറ്റ് ആൻഡ് ഗ്രീൻ വരും, മുകളിലേക്ക് ഗ്രീൻ മാത്രം. ഇതിൻ്റെയും കളർ ചേഞ്ച് അവൈലബിൾ ആയിരുന്നു. രണ്ടാമത്തെ കളർ ചേഞ്ച് ഇതായിരുന്നു കേട്ടോ. ഇതെന്താണ് കളറെന്ന് തന്നെ മനസ്സിലാവുന്നില്ല, ലൈറ്റ് പിങ്കോ പീച്ചോ ആ ഒരു രീതിക്ക് വരുന്നത്. പക്ഷേ ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഇതിൽ വെച്ച് നോക്കുമ്പം ഗ്രീനാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇത് പിന്നെ ഒരു ആലിയക്കട്ട് മോഡലിൽ വരുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ. ഇതിൻ്റെയും സ്ലീവ്സിൻ്റെ അറ്റത്ത് ഇലാസ്റ്റിക് ഡീറ്റെയിലിംഗ് വരുന്ന ഒരു രീതിയിലുള്ളൊരു ഫ്രോക്കാണ്. അഗെയിൻ പിന്നെയും വൈറ്റ് ഫ്രോക്ക് 899 ആണ് ഇതിൻ്റെ. ഇത് ഫുൾ വൈറ്റ് തന്നെയാണ്, യോക്ക് പോർഷനിൽ ചെറിയൊരു ത്രെഡ് വർക്ക് വരുന്നതെന്ന് മാത്രം. അതായത് ഗ്രീന്, യെല്ലോ, ഒരു ഓറഞ്ച് കളർ, ബാക്കി ഫുൾ വൈറ്റാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതും നല്ല കളക്ഷൻസാണ്. ഇതിൻ്റെ അവർക്ക് എടുത്തു പറയേണ്ടത് അവരുടെ സ്ലീവ്സിൽ ഇത്തവണ കൊണ്ടുവന്ന ഡിഫറൻസ് ആണ്. ഇതുണ്ടോ, ഇതിൻ്റെ സ്ലീവ്സ് ഇങ്ങനെയാണ്. ഒരുപാട് സ്ലീവ്സ് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇത്തവണ കൂടുതലും എനിക്ക് കുർത്തീസ് ആണെങ്കിലും ഫ്രോക്കാണെങ്കിലും അവർ വീനെക്കിലാണ് കൂടുതലും കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ കുറച്ചും കൂടി വൈഡായിട്ടുള്ള, അതായത് ഫാഷനബിൾ ആയിട്ടുള്ള കുറച്ച് കഴുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവ്സ് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. നീ ലെങ്ത് ഫ്രോക്ക് ആയിക്കോട്ടെ, കുർത്തീസിനൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇത് ബെല്ലി സ്ലീവ് പോലത്തെ ഒരു സ്ലീവ്സ് ആയിരുന്നു കേട്ടോ. ഇതിന് പിന്നെ കഴുത്തെന്ന് പറയാൻ വേണ്ടി വലുതില്ലായിരുന്നു, കോളർ ടൈപ്പ് ആയിരുന്നു. അതുകൊണ്ട് കഴുത്തില്ല, സ്ലീവ്സ് വരുന്നത് ബെല്ലി സ്ലീവ് ആയിരുന്നു. പിന്നെ ഇത്
ഇതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. സ്ലീവ്ലെസ് ആണ്, നല്ല ഫ്ലെയർ ഉള്ളൊരു ഫ്രോക്കാട്ടോ, ലോങ് ഫ്രോക്കാണ്. ഇത് ഈ ഒരു സൈഡിലേക്ക് എടുക്കുമ്പോൾ തന്നെ നല്ല വിരിവുണ്ടായിരുന്നു, നല്ല മെറ്റീരിയലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിന് 899 സംതിങ് ആയിരുന്നു. ആ ഒരു ക്യാഷിന് വർത്തായിട്ട് തോന്നി. പിന്നെ അവരുടെ നമുക്ക് കൊടുക്കുന്ന പ്രൈസിന് വർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ. എല്ലാ പ്രൊഡക്റ്റും സൂപ്പറായിരുന്നു. ഫുൾ സ്ലീവ് ആയിക്കോട്ടെ, ഹാഫ് സ്ലീവ് ആയിക്കോട്ടെ, സ്ലീവ്ലെസ് എല്ലാം തന്നെ നല്ല കളക്ഷൻസ് ഇത്തവണ ഉണ്ടായിരുന്നു. അഫോർഡബിൾ പ്രൈസസിൽ കുറച്ച് മോഡേൺ ഡ്രസ്സസ് നോക്കുന്നവർക്ക് പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ സുഡിയോ. അതായത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണെന്ന് പറയാം സുഡിയോ. അത്രയ്ക്കും അഫോർഡബിൾ ആണ് അവരുടെ റേറ്റ്. അവരുടെ ലാസ്റ്റ് റേറ്റ് തന്നെ 999 ആണ്. 999 അവരുടെ എല്ലാ പ്രോഡക്റ്റ്സും കിട്ടും. അത് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആയിക്കോട്ടെ, ചപ്പൽസ് ആയിക്കോട്ടെ, ഡ്രസ്സസ് ആയിക്കോട്ടെ, എന്തും 999 കിട്ടും. അപ്പോൾ അഫോർഡബിളായിട്ട് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് സുഡിയോ. പക്ഷേ ഇവർക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ഇല്ല, അതവരുടെ ഒരു പ്രശ്നമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും തന്നെ സുഡിയോയുടെ ഷോപ്സ് ഉണ്ട്. എല്ലായിടത്തും സെയിം ഈ പാറ്റേൺ കണ്ട് അവിടെ നിങ്ങളുടെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെയും ഈ സെയിം പാറ്റേൺ തന്നെ കാണും. സോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് കളക്ഷൻസ് പുതുതായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഈ തവണ അവർ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു, കണ്ടത് വെച്ച് തോന്നുന്നു, അവർ ഈ തവണ വീനെക്കിൽ കുറച്ച് വൈഡായിട്ടുള്ള വീനെക്കിലും പിന്നെ സ്ലീവ്സ് വെറൈറ്റി സ്ലീവ്സ് കൊണ്ടുവരാനാണ് ഈ തവണ അവർ കോൺസെൻട്രേറ്റ് ചെയ്തതുപോലെ എനിക്ക് തോന്നി. പിന്നെ വൈറ്റിൽ കുറച്ച് കളർഫുള്ളായിട്ടുള്ള ഫ്രോക്കും കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തവണ ഞാൻ സുഡിയോ കണ്ട ഒരു വെറൈറ്റി ഡ്രസ്സാട്ടോ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് സുഡിയോ ഞാൻ കാണുന്നത്. ഒരു ട്രാൻസ്പെറൻറ്റ് ടോപ്പും അകത്തൊരു വൈറ്റ് ഇന്നറും വരുന്നത്. 899 ആണ് ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ച് ഉണ്ടായിരുന്നു, ഗ്രീന്. ഇതിൻ്റെ ഇന്നറും ഗ്രീൻ കളർ തന്നെയായിരുന്നു കേട്ടോ. നല്ല ട്രാൻസ്പെറൻ്റ് ആണ് പുറത്തെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയലായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു സ്ലീവ്ലെസ് ഫ്രോക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ളൊരു ടോപ്പായിരുന്നു കേട്ടോ. ഇത് നല്ല ബീച്ച് സൈഡിലൊക്കെ ഇടാൻ പറ്റിയൊരു ടൈപ്പ് ടോപ്പ്. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നീലങ്തി കുറച്ച് വൈറ്റിൽ കുറേ കളർഫുള്ളായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ്. ഈ തവണ വൈറ്റിൽ ഒരുപാട് കളക്ഷൻസ് കണ്ടു. നല്ല കളക്ഷൻസ് ആയിരുന്നു കേട്ടോ എല്ലാം തന്നെ. ഫ്രോക്കിനും കുർത്തിക്കും ഉള്ളതുപോലെ തന്നെ ക്രോപ്പ് ടോപ്പിനും ജീൻസിൻ്റെ ടോപ്പിനൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത്തവണ ഒരുപാട് ടാങ്ക് ടോപ്പുകൾ ഉണ്ടായിരുന്നു. ടാങ്ക് ടോപ്പുകളുടെ കളക്ഷൻസൊക്കെ നല്ലതായിരുന്നു. നല്ല സൂപ്പർ കളേഴ്സിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഓവർ സൈസ്ഡ് ഷർട്ടിൻ്റെയും ടീഷർട്ടിൻ്റെയൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. എല്ലാ തവണയും ഓവർ സൈസ്ഡ് ടീഷർട്ടിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഓവർ സൈസ്ഡ് ഷർട്ടിൻ്റെയും നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഷർട്ടിൻ്റെ കളക്ഷൻസ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ 599 ഒക്കെ കളക്ഷൻസ് സൂപ്പറായിരുന്നു. ചെക്ക് മോഡൽ അല്ലെങ്കിൽ ഷിഫോൺ മെറ്റീരിയൽ വരുന്നത്, പിന്നെ ഫ്ലോറൽ പ്രിൻ്റ് വരുന്നത്, സ്ലീവ്ലെസ്, ഫുൾ സ്ലീവ് വരുന്നത്, ഹാഫ് സ്ലീവ് വരുന്നത്, കൂടുതലും ഷർട്ട് മോഡൽ, അതുപോലെ തന്നെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരുപാട് കളറിൽ വരുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈറ്റ് സുഡിയോയുടെ മെയിനാണ്. പ്യൂർ വൈറ്റിലും വരുന്ന കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫ്ലോറൽ പ്രിൻറ്റിലും അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 899 ഈ സെക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന ഫ്രോക്ക് മാത്രം ഉള്ളൊരു സെക്ഷനായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാം കാണാൻ. പിന്നെ ഇത് ടാങ്ക് ടോപ്പിൻ്റെയും പാൻറ്റിൻ്റെയും സെറ്റ് വരുന്നൊരു സെക്ഷനാണ്. പക്ഷേ ഇത് സെറ്റ് വൈസ് അല്ല, സെപ്പറേറ്റ് എടുക്കണം. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള ടോപ്പും പാൻറ്റും ആയിരുന്നു കേട്ടോ. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. 2 കളർ ചേഞ്ച് ആയിരുന്നു വരുന്നത്. പിന്നെ ഈ ഒരു സെറ്റും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ക്രോപ്പ് ടോപ്പും ഒരു സ്കേർട്ടും ആട്ടോ. നല്ല ബീച്ച് സൈഡിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ നല്ലൊരു ഡ്രസ്സായിട്ട് തോന്നി. വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്നത്. പിന്നെ ഈ ക്രോപ്പ് ടോപ്പ് നല്ലതായിരുന്നു. 599 ആണ്. പിന്നെ ഒരു നീലങ്ത് ഒരു ഫ്രോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇത് 499 വരുന്ന സെറ്റ് വൈസ് വരുന്ന നൈറ്റ് ഡ്രസ്സ് ആട്ടോ. ഷോർട്ട്സും ടീഷർട്ടുമാണ് വരുന്നത്. ഇതെനിക്ക് ശരിക്കും വർത്തായിട്ട് തോന്നി. ഷോർട്ട്സിനും ടീഷർട്ടിനും കൂടി 499 വരുന്നുള്ളൂ. അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് കളർ ചേഞ്ചാണ് ഇത് ഗ്രേ. ഇത് ശരിക്കും ലൈറ്റായിട്ട് തോന്നി. അതിലെനിക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നി യെല്ലോ കേട്ടോ. യെല്ലോയും പിങ്കും നല്ല രസമുണ്ടായിരുന്നു. അപ്പം ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിലും 499 വർത്തായിട്ട് തോന്നി. ഷോർട്ട്സ് ആണെങ്കിലും ശരി, ഷോർട്ട്സിൽ വർക്ക് വരുന്നതും പ്ലെയിൻ ടീഷർട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നേരത്ത് കണ്ടൊരു ടോപ്പാണിത്. നല്ലൊരു ഫ്രോക്കാട്ടോ. ഇത് നമ്മുടെ കമ്പിളി ഇല്ലേ, ആ ടൈപ്പ് മെറ്റീരിയലാണ്. ഈ മെറ്റീരിയലിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല. നല്ല കട്ടി ഉണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ, സൂപ്പർ ഡ്രസ്സാട്ടോ. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.